ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് എൻ്റെ ഫാമിലിക്ക് അൽഹംദുലില്ലാഹ് സുഖമാണ്. ഇന്നൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് ഞാൻ വന്നത്. കുഞ്ഞു വ്ളോഗ് എന്ന് പറയുമ്പോൾ ഒരു കല്യാണമൊക്കെ ഉണ്ട്. കല്യാണത്തിന് പോകുന്ന ഗെറ്റ് റെഡി, അങ്ങനെ അവിടെ പോകുന്ന കാര്യങ്ങളും കല്യാണത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഷടപടയെന്ന് പറഞ്ഞ് പണിയൊക്കെ കഴിക്കണം. അത് കഴിഞ്ഞിട്ട് മക്കൾക്ക് ഫുഡ് എടുത്ത് അവരെ കുളിപ്പിച്ച് ഉറക്കണം. അങ്ങനെ കുളിപ്പിച്ച് ഉറക്കിയിട്ട് നമുക്ക് റെഡി ആവാമെന്ന് വിചാരിച്ചതാണ്. അവർ ഉറങ്ങുമെന്ന് ഞാൻ കുറേ നോക്കി. മോൾ ഉറങ്ങി, മോൻ ഉറങ്ങിയിട്ടില്ല. അവനിങ്ങനെ കളിച്ചുകൊണ്ടിരുന്നോളൂ. മോൾ ഉറങ്ങിയാൽ ഒരു ഫ്രീ ഉണ്ടാവും. അല്ലെങ്കിൽ അവളിങ്ങനെ ഓടിക്കളിച്ച് നടക്കുമ്പോൾ അവരുടെ പിന്നാലെ ഇങ്ങനെ നടക്കണം. ആ ടൈമിൽ നമുക്ക് കുളിച്ച് ഒരുങ്ങാമെന്ന് വിചാരിച്ച് അവൾ ഉറങ്ങുന്ന ടൈമിൽ അങ്ങനെ ഞാനിതൊരു മോയ്സ്ചറൈസർ എടുത്തു, ഒരു ലാക്മിൻ്റെ ഫൗണ്ടേഷൻ എടുത്തു, പിന്നെ കണ്ണെഴുതാനുള്ള ഐക്കോണിക് ലിപ്സ്റ്റിക്ക്, പൗഡർ. ഞാൻ സ്പെക്സ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ പുറത്ത് പോകുമ്പോൾ ഞാൻ ലെൻസാണ് വെക്കാറ്. സ്പെക്സ് ഞാൻ ഒഴിവാക്കലാണ്, കാരണം മക്കളായിട്ട് ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്, അതൊക്കെ ഇട്ടു. ഇതാണ് ഫൈനൽ ലുക്ക്. ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഫേസ് കാണിക്കുന്നത്. എന്തായാലും എല്ലാവരും കമൻറ്റ് ചെയ്യാം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും മക്കളെയൊക്കെ എണീപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ റെഡിയാക്കി എടുത്തിട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അവരെ ലാസ്റ്റ് റെഡിയാക്കുന്നതാണ് നല്ലത്. കാരണം എന്താ വെച്ചാൽ അവർ ഫസ്റ്റ് റെഡിയാക്കി എടുത്താൽ പോകാൻ നേരത്ത് അവർ അലമ്പാക്കി കൈ തരും. അങ്ങനെ ഞങ്ങൾ ഏതായാലും നന്നായിട്ട് നേരം വൈകിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ പോകണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ ഞങ്ങൾ എല്ലാ കല്യാണത്തിനും ഒരുവിധം ഞങ്ങൾ നേരം വൈകിയിട്ടാണ് എത്താറ്. ഞങ്ങളെ പരിപാടിയൊക്കെ കഴിയുക അങ്ങനെയാണ്. എല്ലാവരും അങ്ങനെയാണോയെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങളിതാ ഒക്കെ റെഡി ആയിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. 1 മണി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങുമ്പോൾ കേട്ടോ. അവിടെ ഒരുവിധം കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു നൈബറിൻ്റെ കല്യാണം കേട്ടോ ഞങ്ങൾക്കുള്ളത്. അവർ ഹോളിൽ വെച്ചിട്ടാണ് കല്യാണം നടത്തുന്നത്. അവിടെ അടുത്ത് തന്നെയാണ്, കുറച്ച് ദൂരമുള്ളൂ പോകാൻ ഹോളിലേക്ക്. അവിടെ എത്തിയപ്പോൾ ആൾക്കാരൊന്നും പോയിട്ടൊന്നുമില്ല, അങ്ങനെയൊന്നും കുറഞ്ഞിട്ടൊന്നുമില്ല ആൾക്കാർ, നല്ല ആൾക്കാരുണ്ട്. ഇനി അവിടെ ഉള്ളിൽ കയറണം. അതിൻ്റെ ഇടയ്ക്ക് കാറ് പാർക്ക് ചെയ്യാൻ നിൽക്കുകയാണ്. അങ്ങനെ അവിടെയൊക്കെ ഫുള്ള് തിരക്കാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയപ്പോൾ അവിടെ ഫുഡും കാര്യങ്ങളും കഴിക്കാൻ വേണ്ടിയിട്ട് അവർ ഉള്ളിലോട്ട് കയറ്റി. അങ്ങനെ ഞങ്ങളിത് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഉപ്പയും ഉമ്മയൊക്കെ ഫുഡ് കഴിച്ച് ഇറങ്ങുകയാണ്. അവർ ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു. അങ്ങനെ അവർ ഞങ്ങളെ കണ്ടപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന്. ഞങ്ങൾ മക്കളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഫുഡൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് നേരം അവിടെ ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ച് അവരും അവിടെ ഇരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞേരം ഞങ്ങളെല്ലാവരും മുകളിൽ കയറിയപ്പോൾ അവിടെ നല്ല ഫോട്ടോഷൂട്ടും കാര്യങ്ങളും പെണ്ണിനെയും ചെക്കനെയൊക്കെ കണ്ടു. മക്കൾ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ, കുട്ടികളൊക്കെ കണ്ടിട്ടോ. അങ്ങനെ അവരെയും കൊണ്ടുപോയി അധികം ഒന്നും നിൽക്കലില്ല, ഞങ്ങൾ വേഗം വീട്ടിലേക്ക് വരലാണ്. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ ഈ 2:30 ആയി. പിന്നെ അധികം അലമ്പാകുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ മെല്ലെ പോന്നു കേട്ടോ, വീട്ടിലേക്ക് പോന്നു. അങ്ങനെ വീട്ടിലേക്ക് കുറച്ച് നേരത്തെ ആണല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ തറവാടുപ്പൻ്റെ, അങ്ങനെ അവിടെ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ കയറാനുള്ള പരിപാടിയാണ്. അങ്ങനെ അവിടെ എത്തി ഉപ്പൻ്റെ പെങ്ങൾ ഉറക്കത്തിലൊക്കെ തോന്നുന്നു, ഉറക്കത്തിലാണ്. അവരൊക്കെ ഡിസ്റ്റർബ് ചെയ്ത് എണീപ്പിച്ച്. പിന്നെ അവിടേക്ക് മക്കളൊക്കെ അകത്ത് കയറണില്ല കേട്ടോ ആരും, എല്ലാവരും പുറത്ത് തന്നെ. അവിടെ കുറേ ഇങ്ങനെ കാണാനൊക്കെ ഉണ്ട്. അങ്ങനെ അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടാളും പുറത്താണ് മക്കളെ നോക്കി. അങ്ങനെ ഉമ്മയും അനിയനൊക്കെ അവിടെ അകത്ത് കയറിയിരിക്കുന്നുണ്ട്. അങ്ങനെ അമ്മായി കട്ടനൊക്കെ എടുത്തിരുന്നു. ബിരിയാണീൻ്റെ മേലെ കട്ടനൊക്കെ നല്ലതാണല്ലോ. അങ്ങനെ ബിരിയാണിയൊക്കെ ആയിരുന്നു കഴിച്ചതിന്. അങ്ങനെ ഞങ്ങൾ കട്ടനൊക്കെ കുടിച്ചു. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഗേസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.